BJPയുടെ സമരം കഴിഞ്ഞു. അവർ വിജയിച്ചു. അവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് അംഗീകരിച്ചു കൊടുത്തു. അവർ വിജയിച്ചു. അവർ 100% അവർ വിജയിച്ചു എന്ന് ഞാനും നിങ്ങളും ഒക്കെ വിശ്വസിച്ചിരിക്കുമ്പോഴും ശരിക്കും നമ്മൾ വിജയിച്ചോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപകടകരമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു സമരം വിജയിക്കാൻ മെയിൻ കാരണം തന്നെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച്, കാരണം യൂത്തിൻ്റെ കയ്യിലായിരുന്നില്ലേ സമരം, അവരതിനെ നല്ല രീതിക്ക് ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ജനശ്രദ്ധ ഇത്രയും നേടി. കാരണം അവിടെ എത്തിയത് അധികവും സ്റ്റുഡൻസ് ആയിരുന്നില്ല. സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബക്കാർ, വീട്ടുകാർ, ഫ്രണ്ട്സ്, സെലിബ്രിറ്റികൾ, അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങി അത് സക്സസ് ആക്കി കൊടുത്തു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു. അതിൻ്റെ ഒരു നല്ല വശങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. എന്തൊക്കെ കണ്ടു? നമ്മൾ കണ്ടു ഭക്ഷണം അവർക്ക് വേണ്ടി വ്യത്യസ്ത ആപ്പുകൾ വഴി സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം എത്തിക്കുന്ന ഇന്ത്യയുടെ നാനാഭാഗത്ത് നിന്നുള്ള ആളുകളെ നമ്മൾ കണ്ടു. അവർക്ക് വേണ്ടി സ്വയം മുന്നോട്ട് വന്ന് ചികിത്സയും കാര്യങ്ങളും കൊടുക്കുന്ന ഡോക്ടേഴ്സിനെ നമ്മൾ കണ്ടു. റോഡും അവിടെ പരിസര പ്രദേശങ്ങളൊക്കെ വൃത്തിയാക്കുന്ന സ്റ്റുഡൻസിനെ നമ്മൾ കണ്ടു. ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യുന്നവരെ കണ്ടു. പരസ്പരം ചൂടിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കൊടുക്കുന്ന വ്യത്യസ്ത മതവിശ്വാസികളെ നമ്മൾ കണ്ടു, അല്ലേ? ഒക്കെ ഓടി നിൽക്കട്ടെ. അവിടെ മതം ഉണ്ടായിരുന്നില്ല, അവിടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ മനുഷ്യത്വം മാത്രം നമ്മൾ കണ്ടു. നമ്മളെല്ലാവരും അറിഞ്ഞ് സപ്പോർട്ട് കൊടുത്തു. ഓക്കെ, ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞു. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമ്മൾ നടത്തിയ ഈ ഒരു വിജയത്തിൻ്റെ ട്രെൻഡ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിജയത്തിൻ്റെ വിജയാഹ്ലാദങ്ങളും നമ്മൾ കുറച്ചൊക്കെ കണ്ടു. ഇനി ആ ട്രെൻഡ് ഇങ്ങോട്ട് മാറും. സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ ചില നേരത്ത് കത്തി നിൽക്കും. ഇപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്ന ചില സാധനങ്ങൾ അതിനടിച്ചമർത്തിയേ മതിയാവും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ കാണുന്ന ചില വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ പോലീസിന് സ്റ്റുഡൻസ് ഗുണ്ടകളെ പോലെ തിരിച്ചടിക്കുന്നത്. തങ്ങൾക്കെതിരെ അക്രമം അയച്ചു വിട്ട അടികൊണ്ട് ഒരുപാട് കൊള്ളുമ്പോൾ ആരായാലും തിരിച്ചടിക്കൂലേ? അത്തരത്തിലുള്ളായിരുന്ന സമയത്ത് ഒറ്റയ്ക്ക് വല്ല പോലീസുകാരനും കിട്ടിയപ്പോൾ തിരിച്ചടിച്ചതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇവർ സൈക്കോളജിക്കലി ആയിട്ട് പറയുന്ന സംഭവം അതായത് ഒരു പോലീസുകാരൻ്റെ ഭാര്യയാണ്, ഒരു പോലീസുകാരൻ്റെ സഹോദരിയാണ്, ഇത്തരത്തിലുള്ള പല രീതിക്കുള്ള എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് കമൻറ്റുകൾ വരുന്നു. ഇത് പോലീസുകാരുടെയും പട്ടാളക്കാരുടെയൊക്കെ ഫാമിലിക്ക് ഹേർട്ടാവൂലേ? കാരണം അവർ മനുഷ്യരാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ട ആളുകൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് പ്രചരിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള വളരെ വിരളമായ വീഡിയോസ്, വളരെ വിരളമായ പോലീസ് കുട്ടികളെ അടിക്കുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ട്. ആൻഡ് നമ്മളാണെങ്കിൽ നമുക്ക് ഒരുപാട് അടി കിട്ടുമ്പോൾ തിരിച്ചടിക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒക്കെ പോലീസുകാർ കുറച്ചുകൂടെയൊക്കെ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. എന്തോ ആയിക്കോട്ടെ, അതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നിങ്ങളൊന്ന് ഓർക്കണം. അത് ഈ സ്റ്റുഡൻസിൻ്റെ അവരെ ഒരു മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണെങ്കിലും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് തങ്ങളുടെ ഒരുപാട് അടി കിട്ടുമ്പോൾ തിരിച്ചൊക്കെ കൊടുക്കും, സ്വാഭാവികമാണ്. അതിൻ്റെ ഈ ഒരു കട്ടുകൾ വെക്കുന്നു. ആൻഡ് എല്ലാ സംഭവത്തിലും ചെറിയ ചെറിയ നെഗറ്റീവുകളൊക്കെ ഉണ്ടായിരിക്കും എന്ന് കരുതി അതിൻ്റെ ആ വലിയ പോസിറ്റീവിനെ, ആ വലിയ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ കാണാതെ പോകരുത്. ഓക്കെ, ഫൈൻ, ഇത് മാറി. ഇനി ചില കമൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ PSC സംഭവമൊക്കെ പറഞ്ഞിട്ടുള്ള PSCക്കാർ മണ്ണ് തിന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടു. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ എല്ലാ കമൻറ്റുകളും അത്യാവശ്യം വീഡിയോസിൻ്റെ താഴെ വരുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കിയപ്പോൾ അവസാനം ഈ ഒരു ലാസ്റ്റിക്ക് ഈ പറഞ്ഞ കുറച്ച് എന്താ പറയുക സംഗീതം അല്ലെങ്കിൽ BJP സപ്പോർട്ട് ചെയ്തിട്ടുള്ള മോദി ആരാധകർ സോഷ്യൽ മീഡിയ ഇങ്ങനെ കൈയടക്കിക്കൊണ്ട് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതായത് മോദിയുടെ ആ ഒരു ലൈവ് ഇത്ര മില്യൺസ് വ്യൂസായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല രീതിക്ക് ആ വ്യൂസൊക്കെ ശരിക്കും മനുഷ്യർ കണ്ട തന്നെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ മോദിജി എന്താ പറഞ്ഞത് എന്ന് അറിയാൻ, അല്ലേ?
ഓരോ ഇന്ത്യൻ പൗരനും ആഗ്രഹം ഉണ്ടായിരിക്കും എന്താണ് പറയുന്നതെന്ന് അറിയാൻ. അതിന് വേണ്ടിയിട്ട് ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ വ്യൂസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പെയ്ഡ് വ്യൂസ് എന്തായിക്കോട്ടെ. കാരണം ഞാൻ ഇവരൊക്കെ പൈസ കൊടുത്ത് ഉണ്ടാക്കുന്നവരാ പറയാൻ കാരണം എന്താ അറിയോ, നമ്മളെ പോലുള്ള സാധാരണ ആളുകൾ ഉള്ളതിൽ വെച്ച് ഒരു ചെറിയൊരു ഷെയർ വിട്ടിട്ട് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് ഭക്ഷണം കൊടുത്ത് വിടുമ്പോൾ അതിന് പാകിസ്ഥാനിൽ നിന്നുള്ള ഫണ്ടാണ്, അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ ഇറങ്ങുന്നത് മറ്റെവിടെ നിന്നൊന്നും ഫണ്ട് കിട്ടിയിട്ടാണ് എന്ന രീതിക്ക് ഇവർ ചിത്രീകരിക്കുമ്പോൾ ഇവരും പൈസ വാങ്ങി പരിചയമുള്ളവരാണ് ആയതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ അടിക്കുന്നതെന്ന് ഞാൻ ഓർത്തു പോവാണ്. അതായത് ഇപ്പം എനിക്കൊന്നും ആരും പൈസ തന്നിട്ടല്ല, യൂട്യൂബിൽ നിന്ന് പോലും വരുമാനം വന്നിട്ടല്ല, പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അല്ലേ. കാരണം നമ്മളൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ ആ രാജ്യത്തോടുള്ള യഥാർത്ഥ സ്നേഹം നമ്മളെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ രാജ്യത്തിൽ കാണുന്ന അനീതിക്കെതിരെ പ്രതികരിക്കും. ജ്യോതിക പറഞ്ഞതുപോലെ ഞാൻ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് പണം വാങ്ങി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മറ്റ് ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്ന് പണം വാങ്ങി എന്ന് ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചില്ലേ, അതുപോലെ അവർ ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ ബാക്കിയുള്ളവരും ഇതുപോലെ പണം വാങ്ങിയവരാ എന്ന് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇത് വിലയിരുത്തലും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇനി എന്ത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞ് പോയി റെസ്റ്റ് എടുക്കാൻ സമയമായോ? ഇല്ല. ഇവിടെ നമ്മളിപ്പോൾ ഈ കേരളത്തിൽ പറഞ്ഞ PSC ഇഷ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കർഷകര സമരം ആയിക്കോട്ടെ, ഏത് സമരമാണെങ്കിലും ഇന്ത്യയിൽ എവിടെ സമരം നടക്കുകയാണെങ്കിലും അതിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ നമ്മൾ ഇറങ്ങണം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. അല്ലാതെ ആ സ്പോട്ടിൽ ചെയ്യാൻ പറ്റുന്നവർ അവിടോട്ട് എത്തണം. അങ്ങനെ എല്ലാവരും പാടെ കൂടിയിട്ട് എല്ലാ സമരത്തിനെയും വിജയിപ്പിക്കുകയാണെങ്കിൽ, ഇതുപോലെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ, സ്റ്റുഡൻസിൻ്റെ സമരത്തിൽ സ്റ്റുഡൻസ് മാത്രമായിരുന്നില്ലല്ലേ, നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും പറയും ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലേ. അപ്പം നമ്മൾ ബ്രദേഴ്സിനെയോ സിസ്റ്റേഴ്സിനെയോ എവിടെ ആയിക്കോട്ടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവസാനം ഭരിക്കുന്നവർക്ക് നല്ല ഭരണം കാഴ്ചവെക്കാതെ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ പറ്റരുത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് ഭരിക്കാൻ പറ്റരുത്. ഇത് ഇന്ത്യയാണ്, നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യണം. ഇന്ന് ഒരു പ്രശ്നത്തിനെയൊന്നും അത്രയല്ല, പറ്റുന്ന ഏതൊരു സമരം നടക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഫോക്കസ് അതിലോട്ട് എത്താൻ പറ്റണം. ഇപ്പം എന്താ പ്രശ്നം എന്താ വെച്ചാൽ പല സ്ഥലത്തും പല പല സമരം നടക്കുക അല്ലേ, അതിലേതെങ്കിലും ഒന്ന് കത്തി നിൽക്കും, ഒന്നിനെ നമ്മളുടെ ശ്രദ്ധയിലെത്തും. പക്ഷേ മാക്സിമം എല്ലാ ഇഷ്യൂസിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. എല്ലാതിനെയും സക്സസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ രാജ്യത്തിൻ്റെ നാലാ ഭാഗത്ത് നിന്നും ഒരു ട്രെൻഡ് ഇറക്കിയതുപോലെ സമരങ്ങൾ ഒരു ട്രെൻഡാക്കണം. നല്ല ഭരണം കിട്ടുന്നത് വരെ ജനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന സംഭവം എന്താ വെച്ചാൽ ഇവർ കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയിൽ സ്ട്രോങ് ആകും. ഇതിൻ്റെ ശേഷം വന്ന പല പോസ്റ്റുകളും എനിക്ക് സത്യം പറയാലോ, ഇതൊക്കെ സത്യം പറയാം, ഇതിന് ആളുകളെ ഏൽപ്പിച്ചതാണെന്ന് തോന്നുന്നു. കാരണം നോർമൽ മനുഷ്യന്മാർ ചിന്തിക്കുന്ന പോലൊന്നുമല്ല അത്തരത്തിലുള്ള വീഡിയോസും അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെയാണ്. വീഡിയോസ് അങ്ങനെ ഇല്ല കേട്ടോ. അതായത് ഒരു വ്യക്തി വന്നിരുന്ന് ഇങ്ങനെ BJP സപ്പോർട്ട് അല്ലെങ്കിൽ ഭരിക്കുന്നവർ അതാണ്, മോദിജി ഇതാണ് എന്നൊക്കെ പറയുന്നത് വളരെ വിരളമായ അത്രയും തൊലിക്കട്ടിയുള്ള കുറച്ച് ആളുകളേ ഉള്ളൂ. പക്ഷേ അത്രയും ഉളുപ്പില്ലാത്തവർ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ സ്റ്റിക്കർ പോലെ പോസ്റ്റ് അത് ആർക്കും പഠിച്ചു വിടാലോ, കാരണം അവരുടേതായിട്ടുള്ള സംഭവമൊന്നുമില്ലല്ലോ. അങ്ങനത്തെ പോസ്റ്റുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെയൊക്കെ ശരിക്കും നമ്മളെ മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മുടെ ജനങ്ങളെ നമ്മളെ സഹോദരങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് മതം പറഞ്ഞ് രാഷ്ട്രീയം പറയാറുണ്ട്, അത് ഭയങ്കര ബോറാണ്. ഞങ്ങളെ ഹിന്ദു അത് ഇറങ്ങിയാൽ അല്ലെങ്കിൽ മുസ്ലിം ഇതിറങ്ങിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന രാഷ്ട്രീയത്തിനോട് എനിക്ക് അറപ്പാണ്, സത്യം പറയാമല്ലോ, അറപ്പാണ്. നിങ്ങളിവിടെ മതം സംസാരിക്കാതെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് രാഷ്ട്രീയം പറയിടൂ. അതിനൊരു അന്തസ്സുണ്ട്. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട്
രാഷ്ട്രീയം പറയുമ്പോൾ അതിനൊരു അന്തസ്സുണ്ട്. ഇവിടെ ജനങ്ങൾ വളരെ സാമ്പത്തികപരമായിക്കോട്ടെ എല്ലാ രീതിക്കും, വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ എല്ലാ മേഖലയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലി തേടി പുറത്തോട്ട് പോകുകയെന്ന് വെച്ചാൽ പുറത്ത് യുദ്ധവും കാര്യങ്ങളുമാണ്. അവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഇവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. മനുഷ്യർ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും മതം പറഞ്ഞ് പരസ്പരം അടുപ്പിക്കുന്നവരോട് എന്താണ് പറയാനുള്ള? അറപ്പാണ് നിങ്ങളുടെ ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തോട്, അറപ്പാണ്. ജനം ഒരു എത്ര ഇതാക്കിയാലും, ഇപ്പം ഞാൻ പറയാം, ഒരു നിലക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും മിണ്ടാതിരുന്ന ശരിയാവില്ല. സോ മക്കളെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എന്താണ് പ്രശ്നം അതിനെ ശരിക്കും പഠിച്ച് അതിനെ അഡ്രസ്സ് ചെയ്ത് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫസ്റ്റ് വിക്കറ്റ് നേടിയതിനേക്കാൾ മനോഹരമായി ഒരുപാട് നിങ്ങൾക്ക് നേടാൻ പറ്റട്ടെ, സെഞ്ചുറി അടിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കൂടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അതുപോലെ എല്ലാവരും, ഓൾ ഇന്ത്യൻസ്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. ഇത് ചിലപ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രശ്നമായിരിക്കും അല്ലേ? സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാവരും അങ്ങോട്ട് ഒരുമിച്ച് കൂടുക. അപ്പം നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ ഒക്കെ നല്ല രീതിക്ക് ഉപയോഗിക്കട്ടെ. ചീത്ത കാര്യങ്ങൾ മാത്രം സ്പ്രെഡ് ചെയ്യാതെ സ്നേഹവും സാഹോദര്യവും മനുഷ്യത്വവും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇടമായി മാറട്ടെ നമ്മുടെ സോഷ്യൽ മീഡിയ. Thank you for watching this video. Please subscribe and support me.